അങ്ങനെ വ്യസനസമേതം ബന്ധുമിത്രാദികൾ പടം കണ്ടു. ശ്ശോ! കുറച്ച് കഷ്ടപ്പാടാണ്. എനിവേ പടം ഈസ് ഫൺ വാച്ച്. പക്ഷേ ഇറ്റ് എൻഡ്സ് വിത്ത് എ സീരിയസ് നോട്ട്. ബട്ട് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഴ പടം മോഡാണ്. പടം ഫുള്ളി ഇങ്ങനെ എന്റർടൈനിങ് മോഡിൽ പോവും. ചില സീരിയസ് എലമെന്റ്സ് വരും ആൻഡ് പടം എൻഡ്സ് വിത്ത് എ സീരിയസ് തോട്ട്. വാഴയിലെ പോലെ കുറേ ഫണ്ണി എലമെന്റ്സും കുറേ സിറ്റുവേഷൻസ് ഒക്കെയാണ്. പക്ഷേ ഇതെല്ലാം കണക്റ്റഡ് ടു ഒരു മരണച്ചടങ്ങ്. അത് ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. ബട്ട് ആ ഒരു ദിവസത്തെ അങ്ങനത്തെ കുറേ ഇവന്റ്സ് മാത്രമാണ് ബേസിക്കലി മൂവി. നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ കണ്ടു കാണും. പക്ഷേ ഇതൊക്കെ ഇതേപോലെ എന്റർടൈനിങ് ആയിട്ട് എടുത്തു വെച്ചതിന് സമ്മതിച്ചു കൊടുക്കണം. നമ്മുടെ നാട്ടിൽ പല സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ എങ്ങനെയൊക്കെ ആക്ട് ചെയ്യും, എന്തൊക്കെയായിരിക്കും അവിടുത്തെ കോമഡീസ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ കറക്റ്റായിട്ട് കാണിച്ചായിട്ട് എനിക്ക് തോന്നി. പിന്നെ പടത്തിൽ യൂസ് ചെയ്തേക്കുന്നത് ട്രിവാൻഡ്രം സ്ലാങ്ങും ആ ഒരു മോഡിൽ കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഫണ്ണി ആയിട്ടൊക്കെ കുറേ എലിമെന്റ്സ് ഉണ്ട്. ഇതൊക്കെ പറയുമ്പോഴും പടം കുറച്ച് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് കുറേയൊക്കെ കോമഡി ആയിട്ടാണ് കാണിക്കണേ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ ചിലത് പക്ഷേ സീരിയസ് ആയിട്ട് തന്നെ അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിന്നെ പെർഫോമൻസസ് പറഞ്ഞു കഴിഞ്ഞാൽ അനശ്വര രാജൻ, സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, പിന്നെ അസീസ് നെടുമങ്ങാട്, നോബി ചേട്ടൻ, പിന്നെ ബൈജു ചേട്ടൻ, പിന്നെ മല്ലിക സുകുമാരൻ, അങ്ങനെ എല്ലാവരും അടിപൊളിയാണ്, മെയിൻ ആക്ടേഴ്സ് എല്ലാം. പക്ഷേ എനിക്കിതിൽ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് തോന്നിയത് ബാക്കിയുള്ള സൈഡ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. അവരൊക്കെ ശരിക്കും നമ്മൾ ആ നാട്ടിലെ ആൾക്കാരാണെന്ന് വിചാരിക്കുന്ന ലെവലിലാണ് അവരുടെ പെർഫോമൻസ്. അതിൽ എത്ര പേര് ആക്ച്വൽ നാട്ടുകാരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിലെ കുറേ പേരൊക്കെ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്യായ ആക്ടിങ്ങും പെർഫോമൻസും ആണ് അവരുടെയൊക്കെ. സമ്മതിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരും നൈസ് റോൾസ് ഒക്കെയാണ്. ഡിഫറൻ്റ് ആയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ മ്യൂസിക് ഈസ് ബൈ അങ്കിത് മേനോൻ. അത് ഗുരുവായൂരമ്പല നടയിൽ പിന്നെ ജയ ജയ ഹേ ഒക്കെ ചെയ്ത മ്യൂസിക് ഡയറക്ടറാണ്. സോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇതിൽ കുറേ സിറ്റുവേഷണൽ എലിമെന്റ്സ് ഒക്കെ ഇട്ട് നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപൊളിയാണ്. ആൻഡ് പടത്തിന്റെ ക്യാമറ ഈസ് ബൈ റഹീം അബൂബക്കർ. ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു. ഇതിൽ കുറേ നൈസ് ഷോട്ട്സ് ഒക്കെ ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു നൈറ്റ് ഷോട്ട് ഉണ്ടായിരുന്നു ഒരു വീടിൻ്റെ. അതെനിക്ക് ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അല്ലാതെയും കുറേ ഇടയിൽ കുറേ ഷോട്ട്സ് ഞാനിങ്ങനെ ഇത് കൊള്ളാലോ ഇത് കൊള്ളാലോ എന്ന് നമുക്ക് തോന്നിയായിരുന്നു. പിന്നെ എഡിറ്റിംഗ് ഈസ് ബൈ ജോൺ കുട്ടി. ആൻഡ് അതും പടത്തിന്റെ ഫ്ലോന്റെ ഇടയ്ക്ക് നമ്മൾ കുറേ ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്ന കുറച്ച് എലമെന്റ്സ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. അത് നൈസായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. മൊത്തത്തിൽ എഡിറ്റിംഗ് ഈസ് ഓൾസോ നൈസ്. പിന്നെ പടം ഇസ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ എസ് വിപിൻ. ആൻഡ് പുള്ളിനെ സമ്മതിച്ചു കൊടുക്കണം. പുള്ളിയുടെ മരണം റിലേറ്റഡ് തന്നെ ഒരു ഷോർട്ട് ഫിലിം മുന്നും പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ എവിടെയോ കേട്ടായിരുന്നു. പക്ഷേ അത് ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എളുപ്പമല്ല. റൈറ്റിങ്ങും ഡിറക്ഷനും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കുറേ എലമെന്റ്സ് കൊണ്ടുവന്നിട്ട് അത് കോമഡി ആണെങ്കിലും ബാക്കി സീരിയസ് എലമെന്റ്സ് ആണെങ്കിലും അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പണിയല്ല. സോ അത് സമ്മതിച്ചു കൊടുക്കണം. അടിപൊളിയായിട്ട് മേക്കിങ്ങും റൈറ്റിങ്ങും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ പടം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു. ഭയങ്കര ചിരിച്ച് മറിയണ ലെവൽ പടം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ആവശ്യത്തിന് കോമഡി എലമെന്റ്സും ആവശ്യത്തിന് സീരിയസ് എലമെന്റ്സും അഡ്രസ്സ് ചെയ്യുന്ന ഒരു നൈസ് പടം. ആ ഒരു മൈൻഡ് സെറ്റിൽ പോയി കണ്ടാൽ പടം ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എന്ന് പറയുക. സോ സീ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.